ഒരു വാഹനം എങ്ങനെയാണ് സൈഡ് ചേർത്ത് പാർക്ക് ചെയ്യുന്നത് വെച്ചാൽ നിങ്ങൾ ഒരു കാരണവശാലും സൈഡ് നോക്കരുത്. ഈ ഒരു സെന്റർ ഭാഗം ഈ ഒരു ഭാഗം നമ്മൾ ആ സൈഡിലേക്ക് എത്രത്തോളം നമുക്ക് സൈഡോട്ട് ചേർക്കാമോ അത്രത്തോളം വരുന്ന വരെ വണ്ടിയുടെ ഫ്രണ്ടിനെ കൊണ്ടുപോകുക. വന്നതിന് ശേഷം ഒന്ന് റൈറ്റിലേക്ക് ഇറക്കി കൊടുക്കുക. കാരണം നമ്മൾ ഈ ഒരു ലെവലിൽ തന്നെ പോയാൽ പോയി തട്ടും, അതുപോലെ ലെഫ്റ്റോട്ട് പോയാലും തട്ടും. അപ്പൊ നമ്മൾ കണ്ണെന്ന് തട്ടും ആ ഒരു ലെവലിൽ വന്നു, എന്ത് ചെയ്തു, ഒന്ന് അനക്കി കൊടുത്തു. ഈ അനക്കിയത് ഇതിവിടുന്ന് വൈഡായിട്ട് വരുമ്പോൾ നിങ്ങൾ നിർത്തി കൊടുത്തേക്കണം. ആ വൈഡായിട്ട് വന്ന് നിർത്തി കൊടുത്താൽ മാത്രമേ എന്ത് ചെയ്തുള്ളൂ, ബാക്കി കൃത്യമായിട്ട് ഇത് കണ്ടില്ലേ, വിരലോട്ട് നോക്കി നിങ്ങൾ, കൃത്യമായിട്ട് നമുക്ക് രണ്ട് സൈഡും ഒരേപോലെ ചേർത്തൊരു വാഹനം പാർക്ക് ചെയ്യാൻ കഴിയുകയുള്ളൂ. ഇങ്ങനെ കാണുന്ന വീഡിയോസ് ഒക്കെ കാണുമ്പോൾ നല്ലൊരു കോൺഫിഡൻസ് കിട്ടും. തനിയെ വാഹനം ഓടിക്കാൻ പേടി, വാഹനം ഓടിക്കണമെന്ന് അധികം ആഗ്രഹമാണ്. അങ്ങനെയുള്ളവരാണ് എന്നെ കോൺടാക്ട് ചെയ്തത്. നിങ്ങൾ കേരളത്തിന്റെ ഏത് ജില്ലയിലായിരുന്നാലും നിങ്ങളുടെ സ്വന്തം വാഹനത്തിൽ വന്ന് ഞാൻ പ്രാക്ടീസ് നൽകുന്നുണ്ട്. ഈ ഒരു ക്ലാസ് നിങ്ങൾ അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ വരുന്ന ദിവസം മുതൽ തനിയെ വാഹനം ഓടിക്കുവാനുള്ള ട്രിക്കുകളും ടിപ്സുകളുമാണ് ഞാൻ ഈ ഒരു ക്ലാസ്സിൽ പറഞ്ഞു തരുന്നത്. ഞാൻ ഉറപ്പ് തരുന്നു, ഗ്യാരണ്ടി തരുന്നു, നിങ്ങൾ ഈ ഒരു ക്ലാസ് അറ്റൻഡ് കഴിഞ്ഞാൽ വരുന്ന ദിവസം മുതൽ തനിയെ വാഹനം ഓടിച്ചിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് വാഹനം ഓടിക്കണമെന്ന് ആഗ്രഹമുണ്ട്, എന്നെ കോൺടാക്ട് ചെയ്യാം. പലരും നമ്മളെ മടുപ്പിക്കും, ഈ ഒരു പ്രായത്തിൽ പറ്റില്ല, ലൈസൻസ് പ്രാക്ടീസ് പോയതിലെ പ്രായം കൊണ്ടാ നിർത്തിക്കും. നമ്മുടെ ചുറ്റിനും നോക്കിയാൽ തന്നെ 75-80 വയസ്സുള്ള അപ്പച്ചന്മാര് ഓടിക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ഈ ലൈസൻസും കൈവച്ച് വാഹനം വീണ്ടുണ്ടായിട്ട് ഞാൻ പഠിച്ചതാണ് എന്ന് പറഞ്ഞുകൊണ്ട് എന്തുകൊണ്ടിരിക്കുന്നു. നിങ്ങൾക്ക് വാഹനം ഓടിക്കണമെന്ന് ആഗ്രഹമുണ്ടോ? എന്റെ ജില്ല ഏതാണ് കരുതേണ്ട, നിങ്ങളുടെ സ്വന്തം വാഹനത്തിൽ വന്ന് ഞാൻ പ്രാക്ടീസ് നടത്തുന്നു. നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്യാം.